ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഈ സാമഗ്രികളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് പരിപാടിയെന്ന് ഏകദേശം പിടികിട്ടി കാണുമല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കാസാണ് കേട്ടോ. ഞാൻ പണ്ടേ ഈ മീൻകറി എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും അതൊന്നും സക്സസ് ആവില്ല. മീൻകറി എന്ന് പറയാൻ പറ്റില്ല, മീൻ വെച്ചിട്ടുള്ള ഒരു കറി ആ ഒരു റേഞ്ചിലേക്ക് എത്താറുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് കുറച്ച് ബെറ്റർ ആവുന്നുണ്ടെന്ന്. ഞാൻ ഈ റെസിപ്പി നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ റെസിപ്പി സക്സസ് ആണെങ്കിൽ പിന്നെ ഇത് ട്രൈ ചെയ്യണ്ട കേട്ടോ, അതെന്നെ കണ്ടിന്യൂ ചെയ്തോ. എന്നെപ്പോലെ കുറേ ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടും ഒന്നും സക്സസ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. എനിക്കിങ്ങനെ വെച്ചപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഈ മീൻകറി ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 2-3 ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് അമ്മ പറഞ്ഞു തന്നതാണ്. അതൊക്കെ ഞാൻ മാറ്റിയപ്പോഴാണ് എൻ്റെ മീൻകറി കുറച്ച് കുഴപ്പമില്ലാണ്ടായത്. അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക കേട്ടോ. ആ ഫസ്റ്റ് കാണിച്ച ഇഞ്ചിയും അതേപോലെ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഷാലറ്റ്സ് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ചധികം എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെക്കുക. പിന്നെ കോക്കനട്ടിൻ്റെ ഫസ്റ്റ് പാല്, സെക്കൻഡ് പാല് അതൊക്കെ റെഡിയാക്കി വെക്കണം. ദെൻ ചട്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുക. അതിൽ 2-3 ഉലുവ പൊട്ടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇടുക. കറിവേപ്പില, ദെൻ ഷാലറ്റ്സും ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തത്, ദെൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ അപ്പുറത്തെ ചട്ടിയിൽ നമ്മളുടെ ഹിറ്റ് റെസിപ്പി ആയിട്ടുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം കേട്ടോ. അതൊന്നും ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണതാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടി. ഇതൊന്ന് വരണ്ടോ വയന്നോ ആ ഒരു എന്തോ വരണ്ടാവാൻ ചാൻസ് ഇല്ല. സോട്ടായി വരുമ്പോൾ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഇത് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അതിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു ടൊമാറ്റോ, അത് നല്ല പുളിയുള്ളതാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി. അത് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും, പേസ്റ്റ് ആക്കണ്ട. ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ, അത് സെക്കൻഡ് പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. പുളി ഇടുക, അടച്ചു വെച്ച് തിളപ്പിക്കുക. ഒരു 2-3 കഷ്ണം പുളി, 2 കഷ്ണം പുളിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എൻ്റെ പുളിക്ക് നല്ല പുളിയുണ്ട്, അതായത് എൻ്റെ കുടംപുളിക്ക് നല്ല പുളി ടേസ്റ്റ് ഉണ്ട് എന്ന്. ഇവിടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഞാൻ ആ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയപ്പോഴേ ഞാനിതിൻ്റെ കൂടെ നമ്മളുടെ പയർ ഇല്ലേ, ചുമന്ന പയറല്ല, വൈറ്റ് കളറിൽ ഒരു ബ്ലാക്ക് കണ്ണൊക്കെ ഉള്ള ഒരു പയറില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ അവിടെ ഈ അച്ചിങ്ങ ഉണ്ടല്ലോ, ചെമ്മീനിട്ടോ അമ്മ കറി വയ്ക്കാറുണ്ട്. കറി വയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ ഉപ്പേരിയല്ല, ഒലത്താറുണ്ട്, ഒലത്തെന്നാണ് പറയുക. ചെമ്മീനിട്ട് ഉണ്ടാക്കും, അതേപോലെ പച്ചക്കായ ഇട്ട് ഉണ്ടാക്കും. ഞാൻ പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് വെറുതെ ഈ വെജിറ്റബിൾസിൽ നോൺ വെജ് ആഡ് ചെയ്യണത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഈ ചെമ്മീൻ ഇട്ടിട്ടുള്ള പരിപാടിയൊന്നും ഞാനിവിടെ ചെയ്യാറില്ല. ഇതാണ് ഞാൻ ആ പറഞ്ഞ പയർ, ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ജസ്റ്റ് എനിക്ക് ഈ അച്ചിങ്ങ മെഴുക്കുവരട്ടിയിൽ പയർ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പയറല്ല, അച്ചിങ്ങയുടെ പയറില്ലേ, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനൊരു പ്രാവശ്യം നമുക്ക് ചില ടൈമിൽ ഈ അച്ചിങ്ങ വാങ്ങിക്കുമ്പോൾ അധികം പൊളി കിട്ടില്ല, പയറുണ്ടാവില്ലേ. അങ്ങനെ കറി വെച്ചപ്പോഴാണ് ഞാൻ ഈ പയർ ജസ്റ്റ് വെറുതെ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ട്രൈ ചെയ്തത്. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആരും എന്നാൽ അറിയുന്നില്ല ഇത് മറ്റേ അച്ചിങ്ങയുടെ പയറല്ലാന്ന്. കാരണം നമ്മൾ വേവിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇതിൽ മിക്സ് ആക്കുമ്പോൾ അതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ആ പയർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മീൻ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫിഷ് ഇടുമ്പോൾ ഞാനിവിടെ ആവോലി മീനാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അവിടെ ആ മീനിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ആവോലി എന്ന് തന്നെ ആവുമല്ലേ ചിലപ്പോൾ. ഇനി വേറെ സ്ഥലങ്ങളിൽ വേറെ പേരുണ്ടാവുമെന്ന് അറിയില്ല, ഓരോ മീനും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ പണ്ടൊക്കെ കറി ഉണ്ടാക്കുമ്പോഴേ ഒരു ദിവസത്തേക്കുള്ള കറിയാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ 4 ഫിഷ്, കാരണം 4 പേരല്ലേ ഉള്ളൂ, രാത്രി ചിലപ്പോൾ മീൻകറിയൊന്നും കഴിക്കില്ല. അപ്പം 4 കഷ്ണം ഫിഷൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കും. അപ്പം അമ്മയാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം പീസുകൾ എടുത്തിട്ട് കറി ഉണ്ടാക്കുക. എന്നിട്ട് പകുതി വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നാളേക്ക് ഉപയോഗിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ തിളപ്പിച്ച് വെക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന്.
ആക്ച്വലി ഈ 3 കഷ്ണവും 4 കഷ്ണമൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് എനിക്കും അനുഭവമായി കേട്ടോ. അമ്മ പറഞ്ഞ പോലെ ഞാൻ കുറച്ചധികം പീസുകളിട്ട് കറി ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കറിക്ക് ശരിക്കും മീൻകറിയുടെ ഒരു ടേസ്റ്റ് വരാൻ തുടങ്ങിയത്. കറി ഇതാ തിളച്ചു തുടങ്ങി. പിന്നെ ഞാൻ വലിയ വലിയ അടുക്കള എക്സ്പേർട്ടുകളൊക്കെ ചെയ്യുന്ന പോലെ അതെടുത്തൊന്ന് ചുറ്റിക്കാനൊക്കെ നോക്കി. കാരണം നമ്മൾ സ്പൂണോ കയ്യിലൊക്കെ ഇടുമ്പോൾ ഈ ഫിഷ് പൊടിഞ്ഞു പോകുമല്ലോ. പക്ഷേ എനിക്കത് പറ്റണില്ല. ഒന്നാമത്തെ ചട്ടിയിൽ കറി അത്യാവശ്യം നിറഞ്ഞായിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ 4-3 പീസൊക്കെ വെച്ച് കറി ഉണ്ടാക്കണ കാരണം ഏറ്റവും ചെറിയ ചട്ടിയാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് കുറച്ചധികം പീസിട്ട് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചട്ടി എന്നാലും എനിക്കിത് മതി, അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടില്ല. ഞാനത് ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു കേട്ടോ. നിങ്ങളും അത് അറിയില്ലെങ്കിൽ ആ പണി ചെയ്യാൻ നിൽക്കണ്ട വലിയ കാര്യമായിട്ട്. ഏകദേശം തിളച്ച് കറി ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികമായിട്ട് തിളപ്പിക്കരുത് കേട്ടോ. അടപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഭാഗത്തേക്കൊക്കെ, നമ്മളുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളമാണ് കേട്ടോ, എറണാകുളത്തു നിന്നാണ്. അപ്പോൾ ആ സൈഡിലൊക്കെ കറി താളിച്ചൊഴിക്കില്ല. ഇഞ്ചിയും ചെറിയുള്ളിയും പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ. അതുപോലെ കറിവേപ്പിലയും കൂടി കുറച്ചധികം ഇട്ടതിന് ശേഷം പച്ച വെളിച്ചെണ്ണയില്ലേ അത് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മളുടെ അവിടെ ചെയ്യുന്നത്. പക്ഷേ ഷിബുവേട്ടൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഇട്ട് താളിക്കും. ഷിബുവേട്ടൻ്റെ വീട് തൃശ്ശൂരാണ്. അവിടെയൊക്കെ ഈ താളിച്ച് ഒഴിക്കും. ഞാൻ ഡേറ്റ്സ് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതിലെന്തോ മണ്ണ് അടിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വെക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ ഇപ്പം നല്ല വെയിലായത് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇവിടെ സമ്മർ തുടങ്ങി. ചൂടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ രാവിലെ ബാൽക്കണിയൊക്കെ കഴുകി അവിടെ വൈപ്പറൊക്കെ ഇട്ട് അവിടെ വെച്ചിരിക്കുന്നതാണ്. എൻ്റെ ചെടിച്ചട്ടികളിലെ ചെടികളൊക്കെ എല്ലാം പോയി, ഒക്കെ കരിഞ്ഞു തുടങ്ങി. അതുണ്ടോ, ചെടിച്ചട്ടി അടക്കം ചൂടുകൊണ്ട് ആ പ്ലാസ്റ്റിക്കൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടോ സൈഡൊക്കെ. ഇനി ഈ സമ്മറൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ചട്ടികളൊക്കെ വാങ്ങിച്ച് പുതിയ ചെടിയൊക്കെ വെക്കണം. ഈ ചെടി മാത്രം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ആമ്പൽ വിൻ്റർ വന്ന സമയത്ത് എല്ലാം നശിച്ചു പോയ പോലെ ആയതായിരുന്നു. ഞാൻ കൊണ്ട് കളയാമെന്ന് വിചാരിച്ചതാ. അപ്പോഴുണ്ട് ഇപ്പം നന്നായി പിടിക്കുന്നുണ്ട്. ഈ ചെടി ഇതൊരു യെല്ലോ കളറിലെ ഈ കോളാമ്പി പൂ പോലെ വരുന്ന ഒരു ഇതാണ്, പ്ലാന്റാണ്. ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോയി. പണ്ട് കുളിക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാനാണ്. പണ്ടത്തെ ഒരു പവനാഴി ആയിരുന്നു ഞാൻ. ആ പവനാഴി ഇപ്പോൾ ശവനാഴിയായി. ഇപ്പോൾ അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ പറയും, എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുളിക്കാൻ പോകുന്നതെന്ന്. കാലങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളല്ലേ, നമ്മളിൽ എന്തൊക്കെ ചേഞ്ചസാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പണി കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ നോൺ വെജൊക്കെ തൊടാനും ക്ലീൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാം കട്ട് ചെയ്തൊക്കെ തരുമെങ്കിലും നമ്മളെന്തായാലും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കത് എന്തോ കുളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ തൊടാനും കഴുകാനൊക്കെ എന്തോ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫിഷ് കറി റെഡിയായി. നോക്കിയേ, നല്ല കളറൊക്കെ ഇല്ലേ. അധികം എരിവൊന്നുമില്ല കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഫിഷിനെ പീസൊന്ന് തപ്പിയെടുത്ത് കിട്ടുന്നുമില്ല. ഒരു പീസ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് കണ്ടോ, ഇതാണ് മീൻകറി. നിറയെ ഫിഷ് ഉണ്ട് കേട്ടോ അതിനകത്ത്. മീൻകറി വെച്ചിട്ട് സക്സസ് ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മീൻകറി സക്സസ് ആണെങ്കിൽ പ്ലീസ് അതന്നെ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ഇരുന്ന് TV കണ്ട്, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ TV കാണൽ നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സംസാരിക്കാൻ വേണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ, കുട്ടികൾ ഞാനും നേനയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ അവിടെ TV കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊരു നല്ല പ്രവണതയൊന്നുമല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇരിക്കാനും പാടില്ല. അതുകൊണ്ട് ഇതൊന്നും ആരും കണ്ട് ഇമിറ്റേറ്റ് ചെയ്യണ്ട കേട്ടോ. എനിക്കെന്തോ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ 90s പടങ്ങളിങ്ങനെ കണ്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പടങ്ങളാണ്. അതൊക്കെ വാച്ച് ചെയ്യുമ്പോഴേ ആ ഒരു കാലഘട്ടവും അതിൻ്റെ പിന്നിലുള്ള കുറേ ഓർമ്മകളും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു ഈവനിങ് വ്യൂ ആണ് കേട്ടോ ഇത്. സൺസെറ്റ് ആവുകയാണ്. സത്യത്തിൽ ഈ ദുബായിൽ ഇത്രയും ചൂടുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയെന്നല്ല, ദുബായിയെ പറ്റിയേ ചിന്തിച്ചിട്ടില്ല. കാരണം ഇവിടേക്ക് ഞാൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. കേരളം വിട്ട് എവിടെയും ഞാൻ പോകുമെന്ന് ഞാൻ ഓർത്തതേ അല്ല. ഞാനൊന്ന് എയർപോർട്ടിലൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നെടുമ്പാശ്ശേരി വന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ, ഗോപാൽ ചേട്ടൻ ഗൾഫിൽ നിന്നൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ ഹോൾ ഫാമിലിയാണ്
ആളെ സീ ഓഫ് ചെയ്യാനും അതേപോലെ തിരിച്ചു വരുമ്പോൾ പിക്ക് ചെയ്യാനും ഒക്കെ പോകുന്നത്. പക്ഷെ എന്തോ എനിക്ക് മാത്രം പോകാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാ സമയത്തും എൻ്റെ ഏതെങ്കിലും എക്സാം ആ ടൈമിൽ വരും. ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ദൈവം എനിക്കൊന്ന് നെടുമ്പാശ്ശേരി ഒന്ന് കണ്ടാൽ മതി എന്ന് മനസ്സിൽ ഞാനിങ്ങനെ വിഷമിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി കണ്ടാൽ മതി എന്ന് ഞാൻ വിചാരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ആ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവില്ല. എനിക്ക് ആകെ അത് പോകാൻ കിട്ടണ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഗോപാൽ ചേട്ടനാ ഇതർ വരുമ്പോൾ പിക്ക് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ പോവുക. പക്ഷെ ദൈവത്തിന് എപ്പോഴും പറയുമല്ലോ, ഗോഡ് ഓൾവേസ് ഹാവ് എ ബെറ്റർ പ്ലാൻ എന്ന്. അതാണ് ഈ നിമിഷം നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് നാളത്തെ എന്തോ വലിയൊരു സന്തോഷം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ബി ഓപ്റ്റിമിസ്റ്റിക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കുശലം പറച്ചിലിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടു. ഈ റെസിപ്പിയുടെ ഫുൾ ക്രെഡിറ്റ് ഷിബുവേട്ടനാണ് കേട്ടോ. ഇത് ഷിബുവേട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നിർത്തിയാലോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്.